അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 68-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖലമിലെ ആദ്യ 4 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. സൂറത്തുൽ ഖലമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 52 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അതേപോലെ തന്നെ മദനിയായ അധ്യായമാണ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ചാണ് ഈ അധ്യായം അവതീർണമായത്. ഈ അധ്യായത്തെ അൽ ഖലം അഥവാ പേന എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഇതിന്റെ ആദ്യ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പേനയെ തൊട്ട് സത്യം ചെയ്ത് ചില കാര്യങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അൽ ഖലം എന്ന് ഇതിന് നാമകരണം നൽകപ്പെട്ടിട്ടുള്ളത്. ഭൂമുഖത്തുള്ള സകല മനുഷ്യർക്കും മാർഗദർശിയായി അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ച പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല രീതിയിലുള്ള ആക്ഷേപവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിച്ച് തള്ളിയവരായ, നിഷേധിച്ചവരായ സത്യനിഷേധികൾക്കുള്ള തിരിച്ചടിയും അതേപോലെ തന്നെ അവരുടെ വാദങ്ങൾക്കുള്ള മറുപടിയും അതിനെല്ലാം പുറമെ അവർക്കുള്ള അതിശക്തമായ താക്കീതുമെല്ലാം ഈ അധ്യായത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയെക്കുറിച്ചും സത്യനിഷേധികൾ പ്രവാചകനെതിരെ വാഗ്വാദം നടത്തിയ സകല ദുർവാദങ്ങളുടെ നിരർത്ഥകതയും എല്ലാം തന്നെ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നതായി കാണാം. അതിനെല്ലാം ശേഷം സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം അധപ്പതിച്ചതാണെന്നും അത് തീർത്തും തങ്ങളുടെ പരലോക മോക്ഷത്തിന് വിലങ്ങ് തടിയാകുമെന്നും ചില ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയും സത്യനിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുന്നതായും ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ കേൾക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ മുൻകാല പ്രവാചകന്മാരെ സ്മരിച്ചുകൊണ്ടും അവരുടെ ത്യാഗങ്ങൾ അയവിറക്കിക്കൊണ്ടും ക്ഷമ കൈക്കൊള്ളുവാൻ ഉണർത്തിക്കൊണ്ടും റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും വസിയത്ത് ചെയ്തുകൊണ്ടുമാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നോക്കാം. 1-ാമത്തെ വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ആയത്തിന്റെ അർത്ഥം, നൂൻ, പേനയും അവർ എഴുതുന്നതും തന്നെയാണ് സത്യം. നൂൻ എന്നതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും കൽപ്പിക്കപ്പെടാറില്ല. ശേഷമുള്ള ചില വിശദീകരണങ്ങളിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വൽ ഖലം അഥവാ പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, അവർ എഴുതുന്നതും തന്നെയാണ് സത്യം. 2-ാമത്തെ വചനം, മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. ആയത്തിന്റെ അർത്ഥം, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു ഭ്രാന്തനല്ല. മാ അൻത, നീ അല്ല, ബിനിഅ്മതി റബ്ബിക, നിന്റെ റബ്ബിന്റെ, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട്, ബിമജ്നൂൻ, ഒരു ഭ്രാന്തൻ. അപ്പോൾ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു ഭ്രാന്തനല്ല. 3-ാമത്തെ വചനം, വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. തീർച്ചയായും നിനക്ക് മുറിഞ്ഞു പോകാത്ത തരത്തിലുള്ള പ്രതിഫലമുണ്ട്. വ ഇന്ന, തീർച്ചയായും, ലക, താങ്കൾക്കുണ്ട്, ലഅജ്റൻ, പ്രതിഫലമുണ്ട്, ഗൈറ മംനൂൻ, മുറിഞ്ഞു പോകാത്തതായ. 4-ാമത്തെ വചനം, വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. വ ഇന്നക, തീർച്ചയായും താങ്കൾ, ലഅലാ, ആകുന്നു, ഖുലുഖിൻ, സ്വഭാവത്തിലാകുന്നു, അലീമിൻ, മഹത്തായിട്ടുള്ള. അപ്പോൾ ഇവിടെ ഈ 4 ആയത്തുകളിലായിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു തആല പേനയെ തൊട്ട് സത്യം ചെയ്തു പറഞ്ഞു. അതേപോലെ തന്നെ പേന കൊണ്ട് എഴുതുന്നതിനെ കുറിച്ചും സത്യം ചെയ്തു പറഞ്ഞു. അങ്ങനെ ആ 2 കാര്യങ്ങൾ സത്യം ചെയ്ത ശേഷം അള്ളാഹു പറയുന്ന കാര്യം, നീ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ടൊരു ഭ്രാന്തനല്ല, അഥവാ നിനക്ക് ഭ്രാന്തില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുന്നത് പോലെ താങ്കൾ ഒരു ഭ്രാന്തനോ അതല്ലെങ്കിൽ പിച്ചുമേയും പറയുകയോ ഒന്നും ചെയ്യുന്നതല്ല എന്ന് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് മറുപടി കൊടുക്കുകയാണ്. ശേഷം അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാത്ത മറ്റൊരു അനുഗ്രഹം കൂടി അല്ലാഹു സുബ്ഹാനഹു തആല താങ്കൾക്ക് നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും മഹോന്നതമായ സ്വഭാവത്തിലാണ്
താങ്കൾ ഉള്ളത് എന്നും പ്രവാചകരെ അള്ളാഹു പുകഴ്ത്തി പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഈ അധ്യായം ആരംഭിക്കുന്നത് മറ്റു ചില അധ്യായങ്ങളെ പോലെ തന്നെ പ്രത്യക്ഷത്തിൽ യാതൊരു അർത്ഥവും പ്രകടമാകാത്ത രീതിയിലുള്ള ഒരു കേവലക്ഷരം കൊണ്ടാണ്. ചില പണ്ഡിതന്മാർ ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നൽകിയതായി കാണാൻ കഴിയും. എന്നാൽ പൂർവിക പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞു വെക്കുന്ന സംക്ഷിപ്തം അവയുടെ സാക്ഷാൽ ഉദ്ദേശം അതെന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ അതാണ് അതിന്റെ ഒരു ശരിയായുള്ള രീതി. മനുഷ്യബുദ്ധിയിൽ ഉത്ഭവിച്ചു വരുന്ന നിസാരമായുള്ള ചില ലളിത ആശയങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളെ സങ്കല്പിക്കുന്നതിനേക്കാൾ ഉത്തമം പ്രത്യക്ഷത്തിൽ ബോധ്യമാകാത്ത ഈ വാക്കുകളുടെ ആശയം അത് അള്ളാഹുവിലേക്ക് തന്നെ മടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ശേഷം ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പേനയെ തൊട്ട് സത്യം ചെയ്യുന്നതായി കാണാം. വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയും അത് എഴുതുന്നതും തന്നെയാണ് സത്യം എന്നാണ്. ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല പേനയെക്കുറിച്ചും അത് എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചും സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ വായനയുടെയും പഠനത്തിന്റെയും എഴുത്തിന്റെയും എല്ലാം ശ്രേഷ്ഠതയെക്കുറിച്ചും അതിന്റെ മഹത്വത്തെയും ഒക്കെ ചൂണ്ടിക്കാട്ടും വിധത്തിലാണ് അള്ളാഹു ആ ഒരു രീതിയിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് പേനയാണെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിക്കൊണ്ട് കാണാം, ഇന്ന അവ്വല ശൈഇൻ ഖലഖ റബ്ബി, എന്റെ റബ്ബ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് അൽ ഖലം, പേനയാണ്. സുമ്മ ഖാല ലഹു, എന്നിട്ട് അള്ളാഹു ആ പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫകതബ മാ ഹുവ കാഇനുൻ ഇലാ അൻ തഖൂമ അസ്സാഅ, അന്ത്യനാൾ വരെ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പേന എഴുതുകയും ചെയ്തു എന്നാണ്. ഇപ്രകാരം ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് പേനയാകുന്നു എന്ന കാര്യം. ഇതേ രീതിയിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തമായി പേന എന്ന സൃഷ്ടിയെ തൊട്ട് സത്യം ചെയ്ത ശേഷം എന്ത് കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് എന്ന് അടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നീ ഒരു ഭ്രാന്തനല്ല, അല്ലെങ്കിൽ ജിന്ന് ബാധിച്ചവനല്ല. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മക്കയിലെ മുശ്രിക്കുകൾ പല ആരോപണങ്ങളും പുറപ്പെടുവിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ചിലതാണ് മുഹമ്മദെ താൻ ഭ്രാന്തനാണെന്നും ജിന്നിന്റെ ബാധ ഏറ്റവനാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. ഈ ആരോപണത്തെയാണ് അള്ളാഹു ഖണ്ഡിക്കുന്നത്. ലസ്ത വലില്ലാഹിൽ ഹംദു ബിമജ്നൂൻ, പ്രവാചകരെ താങ്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ താങ്കൾ ഒരു ഭ്രാന്തനല്ല. കമാ ഖദ് യഖൂലുൽ ജഹലതു മിൻ ഖൗമിക്, അത് താങ്കളുടെ ജനതയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണ്. അൽ മുകദ്ദിബൂന ബിമാ ജിഅതഹും ബിഹി മിനൽ ഹുദാ വൽ ഹഖ്ഖിൽ മുബീൻ, താങ്കൾ കൊണ്ടുവന്നതായ സത്യത്തെയും ആ വ്യക്തമായ യാഥാർത്ഥ്യത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ട്, ആ സന്മാർഗത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കുന്ന ചില വ്യാജങ്ങൾ മാത്രമാണ്. ഫനസബൂക ഫീഹി ഇലൽ ജുനൂൻ, അത് തള്ളിക്കളയുവാൻ പാകത്തിനു വേണ്ടി ആ ഒരു വിശേഷണം, ഭ്രാന്തി എന്ന വിശേഷണം, അത് താങ്കളിൽ കെട്ടിച്ചമച്ച് പറയുകയുമാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നക ലാ തകൂനു മജ്നൂനൻ, താങ്കൾ ഭ്രാന്തനല്ല. വഖദ് അൻഅമല്ലാഹു അലൈക ബിന്നുബുവതി വൽ ഹിക്മ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം കൊണ്ടും അതേപോലെ തന്നെ വൈജ്ഞാനികമായുള്ള വലിയ വിപ്ലവങ്ങൾ കൊണ്ടും താങ്കളെ അള്ളാഹു പ്രത്യേകതയുള്ളവനാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരികയും ചെയ്തിരിക്കുന്നു എന്നാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിക്കുന്ന ആ ആളുകൾ, അവരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ താങ്കളെ എത്രയോ മഹോന്നതമായുള്ള സ്ഥാനത്തിന് അർഹനാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോടായി പറയുകയാണ്. ശേഷമുള്ള രണ്ട് വചനങ്ങളിൽ വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, മുറിഞ്ഞു പോകാത്ത രീതിയിലുള്ള പ്രതിഫലം പ്രവാചകരെ താങ്കൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്, അത് താങ്കൾക്ക് നൽകാനുണ്ട് എന്നാണ്. അതേപോലെ തന്നെ വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, അവരുടെയൊക്കെ സ്വഭാവത്തെക്കാൾ എത്രയോ ഉത്കൃഷ്ടമായുള്ള സ്വഭാവത്തിന്റെ ഉടമയുമാണ് താങ്കൾ എന്ന് അല്ലാഹു പ്രവാചകരെ പുകഴ്ത്തുകയും ചെയ്യുന്നതായി കാണാം. അഥവാ വ ഇന്ന ലക, പ്രവാചകരെ താങ്കൾക്കുണ്ട് എന്താണുള്ളത്, ബിസ്വബ്രിക അല ഇഫ്തിറാഇഹിം അലൈക, അവരിങ്ങനെ കെട്ടിച്ചമച്ച് പറയുമ്പോൾ തിരിച്ച് അവരെ കെട്ടിച്ചമച്ച് പറയാതെ ക്ഷമിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നിൽക്കുന്ന താങ്കൾക്ക്
ധാരാളക്കണക്കിന് പ്രതിഫലമുണ്ട്. വനിസ്ബതിഹിം ഇയ്യാക ഇലൽ ജുനൂൻ, ഭ്രാന്തി എന്ന വിശേഷണത്തെ അവർ താങ്കളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ രീതിയിൽ അങ്ങനെയൊക്കെ മാനസികമായി തളർത്താൻ ശ്രമിച്ചിട്ടും അവിടെയെല്ലാം ക്ഷമ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലയം തീർത്തത് കാരണത്താൽ പ്രവാചകരെ താങ്കൾക്ക് ധാരാളക്കണക്കിന് പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. ലഅജ്റൻ ഗൈറ മംനൂൻ, മുറിഞ്ഞു പോകാത്ത, ഗൈറ മഖ്തൂഇൻ വലാ മൻഖൂസിൻ, കുറഞ്ഞു പോവുകയോ ശോഷിച്ചു പോവുകയോ ചെയ്യാത്ത വിശാലമായുള്ള പ്രതിഫലം താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതായിരിക്കും എന്നാണ്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല 4-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന്. ഇവിടെ 3 രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് മഹോന്നതമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെന്നാണ്. 3 രീതിയിൽ അതിനെ പണ്ഡിതന്മാർ വിവക്ഷിച്ചതായി കാണാം. ഒന്നാമത്തേത് ദീനുൽ ഇസ്ലാം, അഥവാ ഇസ്ലാം എന്ന മതത്തിന്റെ സകലവിധ സൽഗുണങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന ഉദ്ദേശം. രണ്ടാമത്തേത് അദബുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നിഷ്കർഷിക്കുന്ന എല്ലാവിധ സദ്ഗുണങ്ങളും എല്ലാവിധ സൽവിശേഷണങ്ങളും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമ്മേളിച്ചതായി കാണുവാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തേത് അത്തബഉൽ കരീം, മനുഷ്യ പ്രകൃതിയായുള്ള എല്ലാവിധ സദ്ഗുണങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉള്ളതായി കാണുവാൻ സാധിക്കുമെന്നാണ്. ഭൗതിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽക്കുന്ന ഈ സകല ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നിലച്ചു പോകാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ എന്ന് പറഞ്ഞത്, അഥവാ ഇന്ന അജ്റഹു ഇൻദല്ലാഹി ഗൈറ മുൻഖതി, അല്ലാഹുവിന്റെ അരികിൽ പ്രവാചകർക്ക് നൽകപ്പെടാനിരിക്കുന്ന പ്രതിഫലം അത് ഗൈറ മുൻഖതി ആണ്, മുറിഞ്ഞു പോകാത്ത അത്രയും ധാരാളക്കണക്കിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകർക്ക് നൽകുന്നതായിരിക്കുമെന്നാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകളാകട്ടെ മറ്റുള്ള സൃഷ്ടികളാകട്ടെ എല്ലാം തന്നെ സ്വലാത്തുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, പ്രവാചകർക്ക് വേണ്ടി സ്വലാത്തുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ പ്രവാചകന് വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക, ആ പ്രവാചകന് നിങ്ങൾ സ്വലാത്തുകൾ അർപ്പിച്ചു കൊള്ളുക എന്ന് പറയുന്നതായി കാണാം. അപ്പോൾ വസലവാത്തുല്ലാഹി തആല അലൈഹി വസലവാത്തുൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല അതേപോലെ തന്നെ മലക്കുകളും ആ പ്രവാചകർക്ക് വേണ്ടി സ്വലാത്തുകൾ അർപ്പിക്കുന്നു. വൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളും അതേപോലെ തന്നെ സ്വലാത്തുകൾ അർപ്പിക്കുന്നു. ലാ തൻഖതിഉ ലൈലൻ വലാ നഹാറ, രാവും പകലും മുറിഞ്ഞു പോകാത്ത സ്വലാത്തുകൾ പ്രവാചകർക്ക് വേണ്ടി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വഹിയ മിനല്ലാഹി തആല റഹ്മത്തുൻ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള കാരുണ്യമാണ്. വമിനൽ മലായികത്തി വൽ മുഅ്മിനീന ദുആഉൻ, അതേപോലെ തന്നെ മലക്കുകളിൽ നിന്നാകട്ടെ മുഅ്മിനീങ്ങളിൽ നിന്നാകട്ടെ ഒക്കെ പ്രാർത്ഥനകൾ ആ പ്രവാചകർക്ക് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹായിലും സൂറത്തുൽ ശറഹിലും ഒക്കെ ഇതിനെ സംബന്ധിച്ച് പറയുന്നതായി കാണാം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരെ താങ്കളെ വഞ്ചിക്കുകയില്ല, അല്ലെങ്കിൽ താങ്കളെ നഷ്ടപ്പെടുത്തി കളയുകയില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, പ്രവാചകരെ ഭൗതിക ലോകത്തേക്കാൾ താങ്കൾക്ക് പരലോകം എന്നുള്ളത് എത്രയോ ഉത്തമമായിട്ടുള്ളതാകുന്നു. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വതആല ഇനിയും താങ്കൾക്ക് ധാരാളമായി കൊണ്ട് നൽകുന്നതായിരിക്കും. അങ്ങനെ അത് താങ്കൾക്ക് സംതൃപ്തി അടയുന്ന രീതിയിൽ അത് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ്. സൂറത്തു ശറഹിൽ കാണാം വറഫഅനാ ലക ദിക്റക, പ്രവാചകരെ താങ്കളുടെ ദിക്ർ, താങ്കളുടെ സ്മരണ അത് നാം അങ്ങ് ഉയർത്തിയിരിക്കുന്നു എന്നാണ്. ഇപ്രകാരം ധാരാളക്കണക്കിന് റഹ്മത്ത്, കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ജീവിതഘട്ടത്തിലും അതേപോലെ തന്നെ വഫാത്തിന് ശേഷവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകർക്ക് ധാരാളക്കണക്കിന് കാരുണ്യം വർഷിച്ചു കൊടുത്തിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞുണ്ടാക്കുന്നതിൽ താങ്കൾ മനോവേദന അനുഭവിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രവാചകരെ സമാധാനിപ്പിക്കുന്ന രംഗമാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനാൽ അനുഗ്രഹീതനാണെന്നും അള്ളാഹുവിങ്കൽ ഉന്നത സ്ഥാനമുള്ള ആളാണ് എന്നും മാത്രമല്ല വളരെ മഹത്തായ സ്വഭാവ വൈശിഷ്ട്യത്തോടു കൂടിയ വ്യക്തിത്വമാണെന്നും
അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ലോക ജനങ്ങളിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ലോകർക്ക് തന്നെ മാതൃകയായി ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. കേവലം ആരാധനയുടെ വിഷയത്തിൽ മാത്രമല്ല പ്രവാചകനെ നാം പിൻപറ്റേണ്ടത്, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൻപറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ പറ്റി അന്വേഷിച്ച ഒരാളോട് പ്രവാചക പത്നിയായ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കാണാം, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ്. അഥവാ സൽസ്വഭാവമായി ഖുർആനിൽ എന്തെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രവാചകരിൽ സമ്മേളിച്ചിരുന്നു എന്നാണ്. ഖുർആൻ വിഭാവനം ചെയ്യുന്ന സൽസ്വഭാവങ്ങളുടെ പ്രാവർത്തിക മാതൃകയായിരുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം, ഖദംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. പ്രവാചകർക്ക് ഞാൻ 10 വർഷക്കാലത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫമാ ഖാല ലി ഉഫിൻ ഖത്തു. അതിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് കോപിച്ചുകൊണ്ട് പെരുമാറിയിട്ടില്ല, ഛേ എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ്. വമാ ഖാല ലി ലിശൈഇൻ സനഅതുഹു. ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ലിമ സനഅതഹു, എന്തിനാണ് അനസേ നീ അങ്ങനെ ചെയ്തത് എന്ന് എന്നോട് ചൂണ്ടി പറഞ്ഞതായി കാണുവാൻ സാധിക്കുകയില്ല. വലാ ലിശൈഇൻ തറക്തുഹു, ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ച ഒരു കാര്യം ലിമ തറക്തഹു, നിനക്ക് അനസേ അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് പോലും പ്രവാചകൻ എന്നോട് പറഞ്ഞതായി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ വ്യക്തിത്വമാണ് എന്നാണ്. ആ പ്രവാചകനെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും റോൾ മോഡലായി സ്വീകരിക്കേണ്ടത്. തന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും പ്രവാചക ചര്യയെ ചേർത്ത് വെക്കാൻ മാത്രം അത് മികവുറ്റത് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ യാതൊരു ന്യൂനതയും കണ്ടെത്തുവാൻ സാധിക്കാൻ കഴിയാത്ത വിധം അത്രയും അത് പൂർണ്ണം തന്നെയാണ്, അത് നാം സ്വീകരിക്കേണ്ടതുണ്ട്. പ്രവാചകരുടെ എതിരാളികൾ പോലും അവിടുത്തെ സ്വഭാവ ഗുണത്തെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു, പ്രശംസിക്കാറുണ്ടായിരുന്നു. അപ്രകാരം ഈ സൽസ്വഭാവം എന്ന വിശേഷണം അത് പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് മകാരിമുൽ അഖ്ലാഖ് അഥവാ സൽസ്വഭാവങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. ആ പ്രവാചകന്റെ സ്വഭാവ വിശേഷണങ്ങൾ അത് അത്രയും ഉത്കൃഷ്ടമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ താങ്കൾ മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കാലക്രമേണ മുസ്ലിം സമുദായം പ്രവാചകരുടെ സ്വഭാവ ഗുണങ്ങളെ മാതൃകയാക്കുന്നതിൽ നിന്നും അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തിക്തഫലം മുസ്ലിം സമുദായം ആകമാനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഈ 4 ആയത്തുകളിൽ നാം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്നുകൂടി സംക്ഷിപ്തമായി കൊണ്ട് പറയാം. ഈ അധ്യായം ആരംഭിച്ചത് പേന കൊണ്ടും പേന ഉപയോഗിച്ച് എഴുതി രേഖപ്പെടുത്തുന്നതായ കാര്യങ്ങൾ അത് അഥവാ ലിഖിതങ്ങൾ അതിനെ കൊണ്ടുമൊക്കെ സത്യം ചെയ്തുകൊണ്ടാണ്. അത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ ഖണ്ഡിക്കുമ്പോൾ പേനക്കും എഴുത്തിനും എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആ പഠനത്തിനും അതേപോലെ തന്നെ എഴുത്തിനും ചിന്തക്കുമെല്ലാം വിശ്വാസി കൊടുക്കേണ്ടതായ വിലയെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ അലക്കിൽ അല്ലമ ബിൽ ഖലം എന്ന് അല്ലാഹു പ്രയോഗിച്ചതും ഈ ഒരു മൂല്യം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്ന ഏത് വസ്തുവെ കൊണ്ടും അവന് സത്യം ചെയ്ത് പറയാൻ സാധിക്കുമെന്നാൽ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സത്യം ചെയ്യേണ്ടത് നമ്മുടെ രക്ഷിതാവിനെ തൊട്ട് മാത്രമായിരിക്കണം. അതേപോലെ തന്നെ സത്യം ചെയ്ത് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വസ്തുക്കളെ പറ്റി പരിശോധിക്കുമ്പോൾ അവ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കും. അത് നമ്മുടെ ചിന്തക്ക് വിഷയമാക്കേണ്ടതുമായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം ഇപ്രകാരം സത്യം ചെയ്ത് പറഞ്ഞ് പ്രതിപാദിച്ച വിഷയം അത് വളരെ ഗൗരവമായതും തന്നെയായിരിക്കും. അഥവാ ഇവിടെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽക്കുന്ന സകല ആക്ഷേപങ്ങൾക്കുമുള്ള ചെകിടടക്കുന്ന മറുപടിയും അവർക്കുള്ള ശക്തമായ താക്കീതുമാണ് ഇവിടെ ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഈ സത്യം ചെയ്ത് പറഞ്ഞ വിഷയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്ന ഏതൊരു മനുഷ്യനും ദൗർഭാഗ്യം നിറഞ്ഞവൻ തന്നെയാണ് എന്നും ഈ ആയത്തുകളിലൂടെ വ്യംഗ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നതായി കാണാം. മാത്രമല്ല, ഇപ്രകാരം ആക്ഷേപിക്കപ്പെടുന്ന ഈ ആക്ഷേപവാക്യങ്ങൾ അതിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായും മുക്തനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബിയെ പ്രവാചകനായി സ്വീകരിക്കുന്ന നാം നമ്മുടെ റോൾ മോഡലായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ആ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചേർത്ത് വെക്കേണ്ടതുണ്ട്. മറ്റു പലരെയും പോലെ ആകാൻ വേഷം കെട്ട് നടത്തുമ്പോൾ ലോകം കണ്ട ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിനുടമയായ നമ്മുടെ പ്രവാചകന്റെ സ്വഭാവവും വിശേഷണങ്ങളും ഏറ്റെടുക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമെല്ലാം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാം തയ്യാറാകേണ്ടതുണ്ട്. അതിനായി പ്രവാചകചര്യ പഠിക്കുക, മതം പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.